ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ പറവൂർ ടൗൺ ഹാളിൽ വിവിധ പരിപാടികളോടെ സമാപിച്ചു. ജൂബിലി സമ്മേളനം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് മുസ്ലിംസിൻ്റെ എല്ലാം ഭാഗമായി ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള ഒരു മ്യൂസിയം, നമുക്കൊരു എക്സിബിഷൻ ഹാളും നമുക്ക് പറവൂരിൽ ഉണ്ടാക്കണം. അത് എനിക്ക് ചിത്രസദനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഞാനിതിവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. പറവൂരിൽ ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു മ്യൂസിയം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ബിനാലയുടെ നാട്ടിൽ ചിത്രകലാ പ്രദർശനത്തിനായി ഒരിടം ചിത്രസദനം ആർട്ട് ഗാലറി പറവൂർ പട്ടണത്തിൽ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞിട്ടില്ല. അതിന് എല്ലാവിധ പിന്തുണയും ഉണ്ടാകും. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ശ്രീ എൻ ബാലമുരളി കൃഷ്ണൻ, പ്രിൻസിപ്പൽ ശ്രീ സദാശിവൻ മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ഈ സുവർണ ജൂബിലി ദിനത്തിൽ പറഞ്ഞതാണ്. ജനറൽ കൺവീനർ നാസർ സാബു മംഗലത്ത് അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ പ്രിൻസിപ്പാൾ ചിത്രസദനം സദാശിവനെ ആദരിച്ചുകൊണ്ട് സംസാരിച്ചു. നിരവധി കലാകാരന്മാരെയും സാംസ്കാരിക നേതാക്കന്മാരെയും പ്രദാനം ചെയ്ത പറവൂരിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ചിത്രസദനം ഫൈൻ ആർട്സ് കോളേജ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുൻ MP KP ധനപാലൻ സുവനീർ പ്രകാശനം ചെയ്തു സംസാരിച്ചു. ഇവിടെ വന്നപ്പോൾ ഞാൻ ചുവർ ചിത്രങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയുണ്ടായി. പ്രകൃതി സൗന്ദര്യം ഒപ്പിയെടുത്ത ഒരുപാട് ചിത്രങ്ങൾ, സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ വേദന പുറത്തു കാണിക്കുന്ന ഒരുപാട് ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ ഒരുപാട് സ്ത്രീപക്ഷ ചിത്രങ്ങളൊക്കെ കാണാനിടയായി. കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യത്തെ ഒരു ചിത്രം നോക്കി. ഒരമ്മൂമ്മ വളരെ സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. ഇതിൻ്റെ എല്ലാ ചിത്രത്തിനും ഒരു കഥയുണ്ട്. പക്ഷേ ആ അമ്മൂമ്മയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പല്ല് മാത്രമേ പുറത്ത് കാണുന്നുള്ളൂ അമ്മൂമ്മയുടെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വിരുദ്ധ സൽക്കാരത്തിൽ പങ്കെടുത്തപ്പോൾ ഇതുപോലൊരു അമ്മൂമ്മ എൻ്റെ അടുത്തിരിക്കുക. നഗരസഭാ വൈസ് പ്രസിഡന്റ് MJ രാജു, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും ബഹുമാന്യനായ KP ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചിത്രസദനം പറവൂരിൻ്റെ ഒരു തിലകക്കുറിയാണ്. എനിക്ക് തോന്നുന്നു ചിത്രസദനം എന്ന സ്ഥാപനം പറവൂരിലില്ലായിരുന്നുവെങ്കിൽ പറവൂർ നഗരസഭയുടെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഒരു ദീപം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളതാണ്. കൗൺസിലർ സജി നമ്പിയത്ത്, സ്ഥാപനം 50 വർഷക്കാലം തുടർച്ചയായി പ്രവർത്തനം നടത്തി വരിക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായൊരു കാര്യമല്ല. അത് പല ആളുകൾക്കും ലഭിക്കാത്തൊരു ഭാഗ്യമാണ് നമ്മുടെ സദാശിവ മാഷിന് ലഭിച്ചിട്ടുള്ളത്. വിനോദ് കെടാമംഗലം, സൈനൻ കെടാമംഗലം, CV കൃഷ്ണകുമാർ, CC സുരേഷ്, KP ജോഷി എന്നിവർ സംസാരിച്ചു. KS സദാശിവൻ സ്വാഗതം ആശംസിച്ചു. അതിൽ ബോയ്സ് സ്കൂളിൽ വെച്ചിട്ട് ചിത്രരചന മത്സരം നടത്തിയിരുന്നു കുട്ടികൾക്ക്. ആ ഉദ്ഘാടന ചടങ്ങിലും ശ്രീ ബീന ശശിധരൻ സാർ ചെയ്യുന്നു. ഈ ചടങ്ങിൽ ഇവിടെ സമയത്തിന് എത്തിച്ചേർന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു, സ്വാഗതം ചെയ്യുന്നു. ചിത്രകലാകാരന്മാരെയും
പൂർവ്വ വിദ്യാർത്ഥികളെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. രാവിലെ ആരംഭിച്ച ചിത്രകലാ പ്രദർശനം ലളിതകലാ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിത്ര സദനം ഫൈൻ ആർട്സ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷമാണ്. അതിന്റെ ഭാഗമായിട്ട് നടന്ന ഇവിടുത്തെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരുടെ ചിത്രങ്ങളുടെ പ്രദർശനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. വളരെ നല്ല ചിത്രങ്ങൾ, ആത്മാർത്ഥമായിട്ട് അവർ നിരന്തരം വർക്ക് ചെയ്ത് വന്ന ആളുകളാണ് അവരൊക്കെ. അതിനെല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ആദ്യം തന്നെ. അതോടൊപ്പം തന്നെ ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന വളരെ വലുതാണ്. എല്ലാ ചിത്രകാരന്മാരെയും ചിത്രകാരികളെയും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കെ എ സദാശിവൻ അധ്യക്ഷനായി. ശില്പി കെ രഘുനാഥൻ, ഇംഗ്ലീഷ് ചേംബർ ഡയറക്ടർ പി ആർ രവി, നാസർ ബാബു മംഗലത്ത്, ടി ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.